ഇരകൾ ഉണ്ടാവുന്നത്. കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിലേക്ക് പുകമറ മൂടിയ ജനാലയിലൂടെ സിദ്ധാർത്ഥൻ നോക്കി. യുദ്ധം ആധുനിക ജീവിതത്തിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഷോയാണ്. മിനി സ്ക്രീനിലെ അസംബന്ധങ്ങൾ മടുക്കുന്ന മനുഷ്യന് നരഹത്യ ലൈവായി കണ്ട് ആസ്വദിക്കാനുള്ള അവസരം. സിദ്ധാർത്ഥൻ്റെ കണ്ണുകളിൽ പുക വീണ്ടും കൂടുകിട്ടി. അത് ആട്ടിൻകൂട്ടമായും ചെന്നായ്ക്കളായും ഈസോപ്പ് കഥകളിലെ ആമയായും മുയലായും രൂപം പ്രാപിച്ചുകൊണ്ടിരുന്നു. പുകയ്ക്ക് രൂപമില്ലെന്ന് ആര് പറഞ്ഞു? പുരകത്തുന്ന പുക ചിത്രകാരനാണ്. ആകാശത്ത് അവ പരശതം ചിത്രങ്ങളെ നിർമ്മിച്ച് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. ജനാലയുടെ കണ്ണാടിക്ക് ചൂട് പിടിച്ചിരുന്നു. എന്നിട്ടും ഉടുമുണ്ടിൻ്റെ കോന്തല കൊണ്ട് കണ്ണാടി തുടച്ച് അതിലൂടെ അയാൾ വീണ്ടും താഴേക്ക് നോക്കി. താഴെ 3 നിലകൾക്ക് താഴെ തെരുവ് കത്തുന്നു. കത്തുന്ന തെരുവിൻ്റെ മണത്തിനൊപ്പം മരണത്തിൽ നിന്ന് ജീവിതത്തെ രക്ഷിക്കാനായി ആരൊക്കെയോ ഓടുന്നു. ഓടുന്നത് വാളും പരിചയും ആയുധങ്ങളും. ആരൊക്കെയാണ് ഓടുന്നതെന്നോ ആരൊക്കെയാണ് പിറകെ ഓടുന്നതെന്നോ സിദ്ധാർത്ഥന് മനസ്സിലായില്ല. ഓട്ടത്തെ ഒരു ദൂരക്കാഴ്ചയായി ആസ്വദിക്കുമ്പോൾ ഓടുന്നവർക്ക് വ്യക്തതയില്ല. എങ്കിലും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാം ഓടുകയാണ്. പിറകെ ഓടുന്നവരും മനുഷ്യർ തന്നെയാണ്, ഹൃദയം മാറ്റിവെക്കപ്പെട്ട മനുഷ്യർ. പെട്ടെന്ന് സിദ്ധാർത്ഥൻ അതുവരെ ഇല്ലാതിരുന്ന ഒരുതരം ഭയത്താൽ നിറയാൻ തുടങ്ങി. 3 നിലകളുടെ ഉയരം നൽകുന്ന സുരക്ഷിതത്വം ആവേശികമാണ്. പലപ്പോഴും ആത്മാവിനെ ബോധ്യപ്പെടുത്താൻ മാത്രമേ ഇത്തരം കപട സുരക്ഷ കൊണ്ട് കഴിയൂ. അത് നഷ്ടപ്പെട്ടാൽ എല്ലാവരെയും പോലെ സിദ്ധാർത്ഥനും ഓടേണ്ടി വരും. മനുഷ്യനാവുന്നത് കുറ്റകരമാണ്. പകരം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ സിക്കോ പാർസിയോ ആകുക. കൊല്ലാനും കൊല്ലപ്പെടാനും സൗകര്യം. ഓടുന്നതോ ഓടിക്കുന്നതോ ദാർശനികത എന്ന് ചിന്തിക്കവേ തെരുവ് ഘോഷങ്ങളുടെ ആരവം തനിക്ക് അരികിലെത്തിയതുപോലെ സിദ്ധാർത്ഥന് തോന്നി. അയാൾ പേടിയോടെ നോക്കി. കുറച്ചുപേർ ഒരു യുവതിയെ ഓടിക്കുകയാണ്. യുവതികൾ ഓടുമ്പോൾ സമൂഹം അതിൻ്റെ സനാതന ചരിത്രങ്ങളെ പരിത്യജിച്ച് മനുഷ്യനും അപ്പുറത്തുള്ള മൃഗീയ ചോദനകളിലേക്ക് എത്തുമെന്ന് സിദ്ധാർത്ഥൻ പഠിച്ചിട്ടുണ്ട്. തെരുവ് ഒരു ഡിസ്കവറി ചാനലാവുകയാണ്. പേടമാനിൻ്റെ മനോഹാരിത സിംഹത്തിൻ്റെ വിഷയമല്ല. അവളുടെ തുടയിലെ ഇറച്ചിയിൽ മാത്രമാണ് കണ്ണ്. സിംഹക്കുട്ടിയുടെ നാടാണ് ഭാരതം എന്ന് ആരാണ് പറഞ്ഞത്? സിദ്ധാർത്ഥൻ ഓർത്തു നോക്കി. യുവതി ഓടുകയാണ്. തെരുവിൽ ചില കടകൾക്ക് തീ വയ്ക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിരുന്ന ചിലർ അത് ഉപേക്ഷിച്ച് യുവതിക്ക് പിന്നാലെ പാഞ്ഞു. ഒരു യുവതിയും 10-20 പുരുഷന്മാരും. സിദ്ധാർത്ഥന് പേടി തോന്നി. പേടിയോടെ ആ രംഗം നോക്കി നിൽക്കെ അയാൾ മനസ്സിൽ പരദേവതയോട് പ്രാർത്ഥിച്ചു, ഭഗവതി ഒന്നും വരുത്തരുതേ. പെട്ടെന്ന് അവൾ കാഴ്ചയ്ക്ക് മറഞ്ഞു. നായാട്ടുകാർ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നയാൾ ഭയപ്പെട്ടു. ഇടയ്ക്കിടെ പോലീസ് വണ്ടികൾ പാഞ്ഞുകൊണ്ടിരുന്നത് നായാട്ടിൻ്റെ വന്യത കൂട്ടുവാനേ സഹായിച്ചുള്ളൂ. തെരുവിലാകെ ലഹളകൾ, ചോരയും കണ്ണീരും. അയാൾ പെട്ടെന്ന് തെരുവ് ഉപേക്ഷിച്ച് മധ്യ തിരുവിതാംകൂറിലെ അയാളുടെ വീടിൻ്റെ ശാന്തതയിലേക്ക് പാഞ്ഞു. പമ്പിയാറിൻ്റെ ശാലീനത, മനുഷ്യഹൃദയങ്ങളുടെ കളങ്കരാഹിത്യം, ദൈവങ്ങൾക്ക് കലഹിക്കുവാൻ കഴിയാത്ത അറിയാതിരുന്ന കാലം. യഥാർത്ഥത്തിൽ അറിവുകളുടെ ആധിക്യമില്ലാതെയും വംശീയമായ ഏകീഭാവത്തിൻ്റെ സിദ്ധാന്തങ്ങളില്ലാതെയും സിദ്ധാർത്ഥൻ്റെ നാട് ലോകത്തിൻ്റെ മുമ്പിൽ സ്നേഹിച്ചും സഹകരിച്ചും കാണിച്ചു കൊടുത്തു. ഓർമ്മകൾ മുറിഞ്ഞപ്പോൾ അയാൾ തെരുവിലേക്ക് നോക്കി. ആരാവാരം അടങ്ങിയിട്ടില്ല. ആൾക്കാർ കൊള്ളമുതൽ പങ്കിടുകയാണ്. ഒരുവൻ്റെ പങ്കിനു വേണ്ടി മറ്റൊരുവൻ പടവെട്ടുന്നു. ഒളിപ്പിക്കാനിടമില്ലാതെ ശരീരം നിറയെ സാധനങ്ങളുമായി അവർ പരക്കം പാഞ്ഞു. തെരുവിൽ ചില പോലീസുകാർ ഏറെ ലാഘവത്തോടെ ഉലാത്തുകയും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥൻ റോമിലെ നീറോ ചക്രവർത്തിയെ ഓർത്തു. നിഷ്കളങ്കമായ ഒരു യുഗത്തിൽ നിന്നുകൊണ്ട് തീയുടെ നാശോന്മുഖമായ താളത്തെ സംഗീതമായി സ്വീകരിക്കേണ്ടി വന്നതുകൊണ്ടാണ് പാവം നീറോ ചക്രവർത്തിക്ക് പഴഞ്ചൊല്ലിൻ്റെ ബലിയാടാകേണ്ടി വന്നത്. ഇന്നെത്ര നീറോ ചക്രവർത്തിമാർ! കത്തുന്ന റോമാനഗരങ്ങളും വീണ വായിക്കുന്ന ചക്രവർത്തിമാരും ഇന്ന് പഴഞ്ചൊല്ലുകളാവുന്നില്ല. സിദ്ധാർത്ഥന് ലോകത്തോട് വെറുപ്പ് തോന്നി. അയാൾ കണ്ണടച്ചു. പെട്ടെന്ന് മുറിക്കുള്ളിൽ ഒരനക്കം. അയാൾ ഞെട്ടിവിറച്ചു. ജനാലയുടെ പാളി ചേർത്തടച്ചിട്ട് ഭയപ്പെടുന്നതിനായി അയാൾ തിരിഞ്ഞു നോക്കി. ആരുമില്ല. ഭീതിജനകമായ നിശബ്ദതയുടെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഒരു പദവിന്യാസം. ആരോ പതിയിരിപ്പുണ്ട്. ജീവൻ എന്നത് ഓരോ നിമിഷവും ആരോ നൽകുന്നതാണ്, മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും. പേടിയോടെ അയാൾ വാതിലിനരികിലേക്ക് നടന്നു. അവിടെ കോണിയുടെ അരികിലായി ഒരുവൾ, നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ, വെളുത്തതും കരിവാളിച്ചതുമായ മുഖം, ശ്വാസം കിട്ടാത്ത ശരീരത്തിൻ്റെ ആയാസം. അവൾ പേടിയോടെ കൈകൂപ്പി. അപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയത് കണ്ണുനീരല്ല എന്ന് സിദ്ധാർത്ഥന് തോന്നി. ഒരു തലമുറയെ മുഴുവൻ ഭസ്മീകരിക്കാൻ പോകുന്ന ചൂടുള്ള ലാവ. എന്ത് ചെയ്യണമെന്നറിയാതെ സിദ്ധാർത്ഥൻ ഒരു നിമിഷം നിന്നു. തും കോൻ ഹേ, ഇതർ കൈസേ ആകയാ? അവൾ അനുത്തരം പറയാതെ സിദ്ധാർത്ഥൻ്റെ കാലിൽ വീണു. കാലിൽ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു, സാബ്, നിങ്ങൾ മദ്രാസിയല്ലേ? നിങ്ങൾക്ക് വർഗീയതയില്ല എന്നെനിക്കറിയാം. എന്നെ രക്ഷിക്കണം സാബ്. നീ എങ്ങനെ ഇവിടെ എത്തി? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അപകടകരമായ പണിയാണിത്. വാളും നാടൻ ബോംബുകളുമായി ഭ്രാന്തൻ കൂട്ടം പാഞ്ഞു നടക്കുകയാണ്. അതിനിടെ
എനിക്കറിയില്ല സാബ്. അവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനോ ഇവിടെ എത്തി. അല്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയുമായിരുന്നു. എൻ്റെ മാതാവിനെയും പിതാവിനെയും അവർ കുറച്ചു മുമ്പ് കൊന്നു. വീടിന് തീ വെച്ചു. സിദ്ധാർത്ഥൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിന്നു. ഇതിഹാസങ്ങളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് യുഗപുരുഷന്മാരുടെ ആത്മാക്കൾ അയാളിലേക്ക് പറന്നിറങ്ങി. ശിക്ഷിക്കാനല്ല, അഭയം തേടിയെത്തുന്നവരെ രക്ഷിക്കാനാണ് അവർ അയാളെ പഠിപ്പിച്ചത്. അയാൾ അവളെ എഴുന്നേൽപ്പിച്ചു. നിന്റെ പേരെന്താ? അല്ലെങ്കിൽ പേര് പറയണ്ട, ഞാൻ പേരിടാം. പോയി മുഖം കഴുകി വൃത്തിയായി വാ. അവൾ മടിച്ചു നിന്നു. സിദ്ധാർത്ഥൻ മറ്റൊരു മനുഷ്യനാണ്. ഭൂമിയിൽ ഏറ്റവും ഭയപ്പെടേണ്ട വർഗം. സ്വന്തം വർഗത്തെ കൊന്നു തിന്നുന്ന കനിബാൾ. അപ്പോൾ അയാൾ അവളെ പ്രോത്സാഹിപ്പിച്ചു. എങ്കിലും സിദ്ധാർത്ഥന് പേടിയുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്കും താഴേക്ക് നോക്കി. ആരുമില്ല. ജനാലയിലൂടെ നോക്കി. കലാപം ഒടുങ്ങിയിട്ടില്ല. തെരുവിപ്പോഴും കത്തുകയാണ്. അപ്പോഴേക്കും അവൾ മുഖം കഴുകി വന്നിരുന്നു. അയാൾ പതിവായി തൊടാറുള്ള ചന്ദനം ചാലിച്ച് അവളുടെ തിരുനെറ്റിയിൽ കുറുതൊട്ടു. ഓട്ടത്തിനിടയിൽ എവിടെയോ തട്ടി അവളുടെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അതിൽ തള്ളവിരൽ മുക്കി സിന്ദൂരരേഖ കുറിച്ചു. എന്നോട് പൊറുക്കണം, ഇടയ്ക്കിടെ അയാൾ പറഞ്ഞു. അവൾ അനങ്ങാതെ നിന്നതേയുള്ളൂ. ചുറ്റും മരണം ചടുലനൃത്തം ചവിട്ടുമ്പോൾ മരണത്തിനും ശാരീരിക പീഡനത്തിലും കുറഞ്ഞ എന്തും അവൾക്ക് സൗഹൃദ ചിഹ്നങ്ങളായിരുന്നു. അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. സിദ്ധാർത്ഥൻ സ്റ്റൗ കത്തിച്ച് രാവിലെ തയ്യാറാക്കി വെച്ച കഞ്ഞി ഒന്നുകൂടി ചൂടാക്കി അവൾക്ക് പകർന്നു കൊടുത്തു. അവളത് കുടിക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ സിദ്ധാർത്ഥനിൽ യുഗങ്ങളുടെ ജ്ഞാന തേജസ് വീണു. ആദിയിൽ സൂക്ഷ്മജീവികളുണ്ടായത്, പിന്നെ പുല്ലും പുഷ്പവും പുഴയും മത്സ്യവും പർവ്വതങ്ങളും മലകളും മരുഭൂമിയും കള്ളിമുൾച്ചെടികളും വനങ്ങളും ദിനോസറസും ഒടുവിൽ മനുഷ്യനും. അയാൾ ജന്മങ്ങളുടെ സ്നേഹമാർന്ന പരിവർത്തനം കണ്ടു. ജുറാസിക് യുഗത്തിൽ നിന്ന് ഭീകരനായ ദിനോസർ ചിരിച്ചു. ഹിമാലയ ഉൾപ്പെട്ട തെക്കനേഷ്യ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ടിരുന്നു. അതിൻ്റെ കടോര ശബ്ദത്തിൽ സിദ്ധാർത്ഥൻ പേടിച്ചു. മനുഷ്യനാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. സ്വന്തം വംശത്തിന് പട്ടടയൊരുക്കുവാൻ സംസ്കാരത്തിൻ്റെ മിഥ്യയെ കൂട്ടുപിടിക്കുന്നവൻ. ശബ്ദം കൂടിക്കൂടി വന്നു. ഹിമാലയ അടരുന്ന ശബ്ദമല്ല, ചരിത്രത്തിലെ വിഡ്ഢികളുടെ ആക്രോശം. അവർ കഥകിനെ ശക്തിയായി ഇടിക്കുകയും വിളിച്ചു പോവുകയും ചെയ്തു. സിദ്ധാർത്ഥൻ പേടിയോടെ വാതിൽ തുറന്നു. കുറച്ച് ചെറുപ്പക്കാർ, സ്വന്തമായ ജീവിതമില്ലാത്തവർ, മണിമാളികയിൽ നിന്ന് ഗുരു പറയുന്നത് കേട്ട് കുരുതി തൊഴിലാക്കിയവർ. വാളും പരിചയും കത്തുന്ന ടയർ കഷ്ണങ്ങളുമായി അവർ അകത്ത് കയറി. ഒരു മുഖവും മനസ്സിലാവുന്നില്ല. ഏകദേശം 5 വർഷമായി സിദ്ധാർത്ഥൻ ആ തെരുവിൽ താമസിക്കുന്നു. അവിടുത്തെ പല യുവാക്കളെയും അയാൾക്കറിയാം. ഇവർ അവരാരുമല്ല. നിന്റെ പേരെന്താ? കൂട്ടത്തിലൊരുവൻ ചോദിച്ചു. സിദ്ധാർത്ഥൻ. അപ്പോൾ നീ ബുദ്ധനാണ്. കത്തിക്കടാ അവനെ. അവളോ? ശാന്തി. സിദ്ധാർത്ഥൻ തന്നെയാണ് പേര് പറഞ്ഞത്. അല്ലെങ്കിൽ അവളുടെ യഥാർത്ഥ പേര് പറയുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. അവളെ ഇവിടെ ആവശ്യമില്ല. ശാന്തിയൊക്കെ ആ കിളവൻ ഗാന്ധിക്ക്. അവർ ആർത്തിച്ചിരിച്ചു. ഒപ്പം വാളുകൾ ഉയർന്നതാണു. സിദ്ധാർത്ഥൻ ശാന്തിയെന്ന് അയാൾ വിളിച്ച അവളുമായി യുഗങ്ങൾക്ക് പിന്നിലേക്ക് പറന്നു പോകാൻ ആഗ്രഹിച്ചു. മനുഷ്യർക്ക് സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലം, മനുഷ്യൻ പരിണമിക്കുന്നതിന് മുമ്പുള്ള കാലം. സിദ്ധാർത്ഥനും അവളും കുതിർകയും കരുണയ്ക്കായി യാചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കരുണ അപ്പോൾ നാറ്റം വെച്ച് തുടങ്ങിയ ഒരു പഴകിയ പദമായിരുന്നു. കൊള്ളയടിക്കാനും കൊല്ലാനും മാത്രം പഠിച്ചിരുന്ന അവർ ദൈവനാമത്തിൽ അത് ചെയ്യവേ സിദ്ധാർത്ഥൻ ശാന്തിയോടൊപ്പം തറയിൽ വീണുപോയി. വിലപിടിപ്പുള്ളതൊക്കെ മാറോട് ചേർത്ത് വിലയില്ലാത്തതെല്ലാം തറയിൽ തൂവി. അവർ അടുത്ത ഇരയ്ക്കായി പോകുന്നത് സിദ്ധാർത്ഥിൻ്റെയും ശാന്തിയെന്ന് അവൻ വിളിച്ച യുവതിയുടെ ആത്മാക്കൾ സങ്കടത്തോടെ കണ്ടു. സിദ്ധാർത്ഥൻ തിരിഞ്ഞു നോക്കി. കരയുന്ന ആത്മാക്കൾ ഒരുപാട് ചുറ്റിലും. ആരെയും പരിചയമില്ല. പക്ഷേ ഗാന്ധിയുടെയും ചില ദൈവങ്ങളുടെയും മുഖം അയാൾക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇരകൾ ഉണ്ടാവുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.